നമസ്കാരം. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോസസ് ലോയുടെ മറ്റൊരു ആപ്ലിക്കേഷനാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫെറിക്കൽ ഷെൽ. ഒരു സ്ഫെറിക്കൽ ഷെല്ല് കൊണ്ടുള്ള യൂണിഫോം ആയിട്ട് ചാർജ് ചെയ്തിട്ടുള്ള ഒരു സ്ഫെറിക്കൽ ഷെല്ല് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ വിൽ കൺസിഡർ എ യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫെറിക്കൽ ഷെൽ. ഇപ്പോൾ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള ഒരു സ്ഫെറിക്കൽ ഷെല്ലാണിത്. ഇറ്റ് ഈസ് യൂണിഫോംലി ചാർജ്ഡ്. സപ്പോസ് ദ പോസിറ്റീവ് ചാർജസ് അതേ ഷെൽ എന്ന് പറയുന്നത് നമുക്കറിയാം അതിൻ്റെ ഉള്ളു ഹോളോ ആണ്. ഉള്ളു ഹോളോ ആയിട്ടുള്ള സ്ഫിയറിനെയാണ് നമ്മൾ ഷെൽ എന്ന് പറയാം. So some charges are given to the shell. It is spreaded uniformly over the entire surface. ഇപ്പോൾ 2 dimensional ഒരു ഫിഗറാണ് നിങ്ങൾ കാണുന്നത്. ഒരു 3 dimension ഇമാജിൻ ചെയ്യുക. ഒരു ബോൾ, ഓക്കെ, ഒരു ബോളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ള മുഴുവൻ ചാർജും ആ ബോളിൻ്റെ സർഫസിൽ യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെൽ. റേഡിയസ് ക്യാപിറ്റൽ ആർ, ഒ ആണ് സെൻറ്റർ. നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു സ്ഫെറിക്കൽ ഷെല്ല് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ദിസ് യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെൽ. സപ്പോസ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി ഈസ് സിഗ്മ. സിഗ്മയാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. മുമ്പ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് ഇസ് ചാർജ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെൽ. ഈ ഷെല്ലിന് പുറത്തുള്ള ഒരു പോയിന്റ്, സേ പി. ലെറ്റ് പി ബി എ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ ആർ ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ഷെൽ. ഷെല്ലിൻ്റെ സെൻറ്ററിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ആർ. അപ്പോൾ ഈ പോയിന്റ് പി എന്നുള്ള പോയിന്റ് ഇറ്റ് ലൈസ് ഔട്ട്സൈഡ് ദി ഷെൽ. ഷെല്ലിന് പുറത്തുള്ള ഒരു പോയിന്റ് ആണ് പി. ഇപ്പോൾ ബോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ബോളിന് പുറത്തുള്ള ഒരു പോയിന്റ് ആണ് പി. ഇറ്റ് ലൈസ് അറ്റ് ഡിസ്റ്റൻസ് ആർ. പി എന്നുള്ള പോയിന്റിൽ വാട്ട് ഇസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ദിസ് സ്ഫെറിക്കൽ ഷെൽ. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ വി ആർ ഗോയിങ് ടു അപ്ലൈ ഗോസസ് ലോ. അത് നമുക്കറിയാം. ഫസ്റ്റ് വി ഹാവ് ടു കൺസിഡർ എ ഗോസിയൻ സർഫസ്. ഒരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ ഗോസിയൻ സർഫസ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദിസ് ഗോസിയൻ സർഫസ് ഷുഡ് എൻക്ലോസ് ദി ചാർജ് അണ്ടർ കൺസിഡറേഷൻ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചാർജ് കോൺഫിഗറേഷൻ മീൻസ് ദ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഏതാണോ അതിനെ എൻക്ലോസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗോസിയൻ സർഫസ്. ആൻഡ് ദ സർഫസ് ഷുഡ് ബി സച്ച് ദാറ്റ് at all points the magnitude of electric field intensity are the same. അതായത് നമ്മൾ ഏത് ചാർജ് കൊണ്ടുള്ള ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണോ കണ്ടുപിടിക്കുന്നത് ആ ചാർജ് കൊണ്ടുള്ള ഫീൽഡ് ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസിലുള്ള എല്ലാ പോയിന്റ്സിലും സെയിം ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗോസിയൻ സർഫസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ പി എന്നുള്ള പോയിന്റിലെ ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് കിട്ടേണ്ടത്. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പി ഉൾപ്പെടുന്ന ഒരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യണം. ദാറ്റ് സർഫസ് ഷുഡ് എൻക്ലോസ് ദ ചാർജ് അണ്ടർ കൺസിഡറേഷൻ. നമ്മുടെ യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഷെല്ലിനെ എൻക്ലോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗോസിയൻ സർഫസ്. ഇവിടെ അപ്പോൾ ഇത് എന്തായിരിക്കണം? ഒരു സ്ഫെറിക്കൽ സർഫസ് ആയിരിക്കണം. സോ വി ഹാവ് കൺസിഡേർഡ് എ സ്ഫിയർ, ഓക്കെ, എ സ്ഫിയർ സച്ച് ദാറ്റ് the point P lies on its surface. P എന്നുള്ള പോയിന്റ് ആ സ്ഫിയറിൻ്റെ സർഫസിലാണ് ഉള്ളത്. ആൻഡ് ദിസ് സ്ഫിയർ എൻക്ലോസസ് ദ ചാർജ്ഡ് ഷെൽ. ചാർജ്ഡ് ഷെല്ലിനെ എൻക്ലോസ് ചെയ്തിട്ടുണ്ട്, ഓക്കെ. ആൻഡ് അനദർ പോയിന്റ് ഇസ് ദാറ്റ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഷുഡ് ബി നോർമൽ ടു ദി ഗോസിയൻ സർഫസ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എപ്പോഴും റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. ഓരോ പോയിന്റിൽ ഈ സ്ഫിയറിലെ ഏത് പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വിൽ ബി റേഡിയലി ഔട്ട്വേർഡ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ് ഇറ്റ് എൻക്ലോസസ് ദ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ദ പോയിന്റ് പി comes on its surface and at all points the electric field intensity is radially outward. അപ്പോൾ ഈ രീതിയിലൊക്കെയുള്ള അതായത് എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഗോസിയൻ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്തു.
ഇനി എങ്ങനെയാണ് പി എന്നുള്ള പോയിന്റിലെ ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ നോക്കാം. സോ വാട്ട് ഇസ് ദ ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് പോയിന്റ് പി? അതിനെന്താ ചെയ്തത്? നമ്മൾ പറഞ്ഞു അറ്റ് ഓൾ പോയിന്റ്സ് ഇ ആൻഡ് ഡി എസ് ആർ പാരലൽ ആൻഡ് ഫ്ലക്സ് ത്രൂ ഈച്ച് എലമെന്റ് ഇസ് ഇ ഡി എസ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഫിഗറിൽ എങ്ങനെയാണ് ഈ ഏത് പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലോ, അതായത് ഇവിടെയാണ് നമ്മളൊരു സ്മോൾ ഏരിയ ഡി എസ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. പി എന്നുള്ള പോയിന്റ് ഉൾപ്പെടുന്ന രീതിയിൽ ഒരു ഡി എസ് എന്നുള്ള ഏരിയ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അലോങ് ദ റേഡിയസ് ആണ്. പിന്നെ ഏരിയ വെക്ടറും അതേ ഡയറക്ഷനിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിലൂടെയുള്ള ഫ്ലക്സ് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡി ഫൈ ഈക്വൽ ടു ഇ ഡി എസ് നമ്മൾ മുമ്പ് കൺസിഡർ ചെയ്തതാണ്. അപ്പോൾ ഇ ഡി എസ് എന്നാണ് അതിലൂടെയുള്ള ചെറിയ ഫ്ലക്സ്. അത് എന്തായിരിക്കും? ടോട്ടൽ ഫ്ലക്സ്. അതിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് എന്തായിരിക്കും? അത് നമുക്ക് കണ്ടുപിടിക്കാം ഇവിടെ. സോ ഇ ഡി എസ് ഇസ് ദ സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലക്സ് പാസിംഗ് ത്രൂ ദാറ്റ് സ്മോൾ ഏരിയ. ദെൻ ഗോസസ് ലോ അനുസരിച്ച് ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ സ്ഫിയർ ഇസ് ഫൈ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. അതാണ് ഗോസസ് ലോ പറയുന്നത്. ടോട്ടൽ ഫ്ലക്സ് ഇസ് ക്യൂ ബൈ എപ്സിലോൺ 0. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയ ഫ്ലക്സ് ഡി ഫൈ ഇ ഡി എസ് ആണ്. അപ്പോൾ അതിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് എന്താണ്? ഫൈ ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എസ്. ചെറിയ ഏരിയ ആണ്. ഇപ്പോൾ ടോട്ടൽ ഫ്ലക്സ് കാണാൻ ആ സ്ഫിയറിൻ്റെ എൻറ്റയർ ഏരിയ, ഏത് സ്ഫിയറിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്? ഇതാ ഈ പുറത്തുള്ള സ്ഫിയറിൻ്റെ. അതാണ് നമ്മുടെ ഗോസിയൻ സർഫസ്. അപ്പോൾ ഈ ഗോസിയൻ സർഫസിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ആ ഗോസിയൻ സർഫസിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ ഗോസിയൻ സർഫസിൻ്റെ ഏരിയ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ ഗോസിയൻ സർഫസിൻ്റെ ഏരിയ എന്താണ്? ഫൈ ഈക്വൽ ടു ഏരിയ ഇസ് 4πr². സോ ഫൈ ഓൾസോ ഈക്വൽ ടു ഇ ഇൻറ്റു 4πr². ഓക്കെ, സോ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ ഗോസിയൻ സർഫസ് ഇസ് ഇ ഇൻറ്റു ആ സർഫസിൻ്റെ ഏരിയ 4πr². സോ യു ഹാവ് ടു ഇക്വേഷൻസ് ഫോർ ഫ്ലക്സ്. ഏതൊക്കെയാണ്? ഫൈ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0, ഇക്വേഷൻ നമ്പർ 1. Phi equal to E into 4πr², equation number 2. Now you can equate equations 1 and 2. എന്ത് കിട്ടും? E into 4πr² equal to Q by epsilon 0, or E equal to Q by 4π epsilon 0 r² r cap. That is vector E. This is vector E. Vector E equal to Q by 4π epsilon 0 r² r cap. R cap gives the direction. നമുക്കറിയാം it is along the radius. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്, അതായത് യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ പുറത്തുള്ള ഒരു പോയിന്റിലെ ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണിത്. ഓക്കെ, ഇറ്റ് ഈസ് എ ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ പോയിന്റ് ചാർജ് Q. അപ്പോൾ Q ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഷെല്ലാണ്. ആ ഷെല്ലിലെ ചാർജസ് എവിടെയാണ് ഉണ്ടാവുക? അങ്ങനെയുള്ള ഷെല്ലിലെ ചാർജസ് ഉണ്ടാവുക ആ ഷെല്ലിൻ്റെ പുറത്താണ്. പുറത്തുള്ള സർഫസിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ Q by 4π epsilon 0 r² എന്നാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. അവിടെ Q denotes the charge which is spreaded throughout the entire surface of the shell. ഓക്കെ, പക്ഷേ ഈ ഇക്വേഷൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. E equal to Q by 4π epsilon 0 r² എന്നുള്ള ഇക്വേഷൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് ദ ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. എവിടെയെങ്കിലും ഒരു Q എന്നുള്ളൊരു പോയിന്റ് ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജ് കൊണ്ട് അറ്റ് r ഡിസ്റ്റൻസ്, ഓക്കെ, ഒരു Q എന്നുള്ള പോയിന്റ് ചാർജ് കൊണ്ട് r ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് ഇത്. E equal to Q by 4π epsilon 0 r². അതായത് നമ്മൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഷെല്ലിൻ്റെ പുറത്തുള്ള ഒരു പോയിന്റിലെ ഫീൽഡാണ്. പക്ഷേ അത് ഏതിന് ഈക്വൽ ആണെന്ന് മനസ്സിലാവുന്നു? ഇറ്റ് ഈസ് ദ ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അതായത് ഒരു യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ പുറത്ത് അനുഭവപ്പെടുന്ന ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒരു പോയിന്റ് ചാർജ് കൊണ്ടുള്ള ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് ഈക്വൽ ആണ് എന്നാണ് നമുക്കിതുകൊണ്ട് മനസ്സിലാവുന്നത്. അതായത് ഈ ഷെല്ലിൻ്റെ പുറത്താണ് മുഴുവൻ ചാർജസും ഉള്ളതെങ്കിലും ഈ ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് ആസ് ഇഫ് ദ ചാർജ് ഇസ് സിറ്റുവേറ്റഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി സ്ഫിയർ. ഓക്കെ, അതായത് ഈ ഷെല്ലിന് പുറത്താണ്, ഈ ബ്ലൂ കളറിലുള്ള ഷെല്ലിൻ്റെ പുറത്താണ് ആക്ച്വലി ചാർജസ് ഒക്കെ ഉള്ളത്. ഈ ചാർജസ് കൊണ്ട് P എന്നുള്ള പോയിന്റിൽ ഉണ്ടായ ഫീൽഡാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. പക്ഷെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താ?
q/4πε0 r². ആ ഇക്വേഷൻ എന്ന് പറയുന്നത് O എന്നുള്ള പോയിന്റിൽ, അതായത് ഈ സ്ഫിയറിൻ്റെ സെൻറ്ററിൽ ഒരു ചാർജ് Q വെച്ച് കഴിഞ്ഞാൽ r ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷനാണ് q/4πε0 r². ദാറ്റ് മീൻസ് ദ ചാർജ് ഓൺ ദി ഷെൽ is as if it is placed at the center O of the sphere. അതായത് ആ സർഫസിലുള്ള ചാർജ് എന്തുപോലെ ആക്ട് ചെയ്യുന്നു, അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടുള്ളതുപോലെ ആക്ട് ചെയ്യുന്നു. ഓക്കെ, അതായത് ഷെല്ലിൻ്റെ ഔട്ട്സൈഡിലുള്ള ഒരു പോയിന്റിലെ ഫീൽഡ് എന്ന് പറയുന്നത് ഈ ചാർജ് മുഴുവൻ ഓയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവുമായിരുന്നു, അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ. Okay, so we'll get an important conclusion from that. We'll get a conclusion from that. What is that? What is the conclusion? So we'll get for points outside the shell, the field due to a uniformly charged shell is as if the entire charge of the shell is concentrated at its center. So the field due to the shell is as if the entire charge is concentrated at its center. സെൻറ്ററിൽ ചാർജ് വെച്ചാൽ എങ്ങനെയാണ് ഫീൽഡ് ഉണ്ടാവുക, അതേപോലെ തന്നെയാണ് ഈ യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഷെല്ലിനോണ്ടുള്ള ഫീൽഡ്. ഓക്കെ, ഫോർ പോയിന്റ്സ് ഔട്ട്സൈഡ് ദി ഷെൽ, പുറത്തുള്ള പോയിന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ചാർജ് മുഴുവൻ സെൻറ്ററിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളത് പോലെയാണ്. ഇനി ആ ഇക്വേഷൻ നമുക്കൊന്നുകൂടി മോഡിഫൈ ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് കിട്ടിയ ഇക്വേഷൻ q/4πε0 r² എന്നുള്ളതാണ്. ആ ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടി മോഡിഫൈ ആണ്. ഫോർ ദാറ്റ് വി ഹാവ് ദ ഇക്വേഷൻ സിഗ്മ ഈക്വൽ ടു q/s ചാർജ് പെർ യൂണിറ്റ് ഏരിയ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും q ഈക്വൽ ടു സിഗ്മ s. ഓക്കെ, ഇതിൽ നിന്ന് സിഗ്മ ചാർജ് ഡെൻസിറ്റിയാണ്, എസ് എന്താണ് സർഫസ് ഏരിയ, സർഫസ് ഏരിയ ഓഫ് ദ ഷെൽ. ഷെല്ലിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ, ആ ഷെല്ലിലാണ് ചാർജസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യൂ കാണാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആ ഷെല്ലിൻ്റെ ഏരിയ ഇൻറ്റു ചാർജ് ഡെൻസിറ്റി, ക്യൂ ഈക്വൽ ടു 4πr² ഇൻറ്റു സിഗ്മ. ഇവിടെ 4πr² എന്താണ്, ഇറ്റ് ഈസ് ദി ഏരിയ ഓഫ് ദി സ്ഫെറിക്കൽ ഷെൽ. ഓക്കെ, സോ ക്യൂ ഈക്വൽ ടു 4πr² ഇൻറ്റു സിഗ്മ. ഇനി ദാറ്റ് ഈസ് ഇ ഈക്വൽ ടു, നേരത്തെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ q/4πε0 r² ആയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ക്യൂവിന് പകരം 4πr² സിഗ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡിവൈഡഡ് ബൈ 4πε0 r². So 4π cancels off, you get E equal to sigma r² by ε0 r². So this is another form of the equation. രണ്ട് രീതിയിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻ ടേംസ് ഓഫ് ചാർജ് ഡെൻസിറ്റി സിഗ്മ r² ഡിവൈഡഡ് ബൈ ε0 r², where sigma is the surface charge density, capital R radius of the spherical shell, ε0 permittivity of free space, small r radius of the Gaussian surface. അപ്പോൾ for points outside the shell, the electric field intensity is given by sigma r² by ε0 r² r cap. ഒരേ ഇക്വേഷൻ, ഒരേ കാര്യം രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഫോർ പോയിന്റ്സ് ഔട്ട്സൈഡ് ദി ഷെൽ. ഇനി വിൽ കൺസിഡർ പോയിന്റ്സ് ഇൻസൈഡ് ദി ഷെൽ. ഷെല്ലിനുള്ളിലുള്ള പോയിന്റ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബ്ലൂ കളറിൽ കാണുന്നത് ദിസ് ഇസ് ആർ സ്ഫെറിക്കൽ യൂണിഫോംലി ചാർജ് ഷെൽ. നൗ പോയിന്റ് പി ഇസ് ഇൻസൈഡ് ദ ഷെൽ. അതായത് ചാർജസ് ഒക്കെ നമുക്കറിയാം ഈ ഷെല്ലിൻ്റെ പുറത്താണ് ഉണ്ടാവുക. ഈ യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഷെല്ലിൻ്റെ സർഫസിന് പുറത്താണ് ചാർജസ് ഒക്കെ ഉള്ളത്. ആ ഷെല്ല് ഹോളോ ആണ്, ഓർമ്മിക്കണം, ഒരു ബോൾ പോലെയാണ് ഈ ഷെല്ലുള്ളത്. ആ ബോളിൻ്റെ ഉള്ളിലുള്ള പോയിൻ്റാണ് പി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാൻ യു ഹാവ് ടു കൺസിഡർ എ ഗോസിയൻ സർഫസ്. ഗോസിയൻ സർഫസ് എന്താണ്, ഈ പോയിന്റ് പിയിലൂടെ കടന്നു പോകുന്ന ഒരു ഗോസിയൻ സർഫസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇറ്റ്സ് ആൻ സ്ഫെറിക്കൽ സർഫസ്, ആറാണ് റേഡിയസ്. ഓക്കെ, പക്ഷേ ഇവിടെ എന്താണ് പ്രത്യേകത, ഈ ഗോസിയൻ സർഫസ് ഈ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് പി സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഗോസിയൻ സർഫസ് സ്വാഭാവികമായിട്ടും പിയിലൂടെ പാസ് ചെയ്യുന്ന സർഫസ് ആണ്. അത് പിയുടെ ഈ മീൻസ് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഉള്ളിലാണുള്ളത്. ഈ ഷെല്ലിൻ്റെ പുറത്താണ് ചാർജസ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഷെല്ലിൻ്റെ പുറത്താണ്, ഔട്ട്സൈഡ് സർഫസിലാണ് ചാർജസ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക.
അപ്പോൾ ഇവിടെ പോയിന്റ് പിയിലൂടെ പാസ് ചെയ്യുന്ന ഈ ഗോസിയൻ സർഫസ് ചാർജിനെ എൻക്ലോസ് ചെയ്യുന്നുണ്ടോ? ഈ ഗോസിയൻ സർഫസിനുള്ളിൽ ചാർജസ് ഉണ്ടോ? ഇല്ല. സോ ഇറ്റ് ഡസ് നോട്ട് എൻക്ലോസ് എനി ചാർജ്. അപ്പോൾ വാട്ട് ഇസ് ദ ഫ്ലക്സ് ത്രൂ ദ ഗോസിയൻ സർഫസ്? ഫ്ലക്സ് ഇസ് ഈക്വൽ ടു Q by epsilon 0 ആണല്ലോ. Q is the charge enclosed. ഇവിടെ ചാർജ് എൻക്ലോസ് ചെയ്യുന്നില്ല. സോ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 0. ഫ്ലക്സ് 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E ഈക്വൽ ടു 0. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E ഈക്വൽ ടു 0. അപ്പോൾ ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് തിൻ ഷെൽ is 0 at all points inside the shell. അതായത് ഷെല്ലിനുള്ളിലുള്ള എല്ലാ പോയിന്റ്സിലും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 0 ആണ്. There is no charge inside the Gaussian surface. അപ്പോൾ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള പോയിന്റ്സിനെ സംബന്ധിച്ചിടത്തോളം the electric field intensity is 0 at all points. ഇനി മൂന്നാമത്തെ കേസിൽ we'll consider points on the surface of the shell. അതായത് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത പോയിന്റ് പി ആ ഷെല്ലിൻ്റെ സർഫസിൽ തന്നെയാണെന്ന് വിചാരിക്കുക. ആദ്യത്തെ കേസ് ഔട്ട്സൈഡ് ദ ഷെല്ലായിരുന്നു, രണ്ടാമത്തെ കേസ് ഇൻസൈഡ് ദ ഷെല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് പി ഇസ് ഓൺ ദ സർഫസ് ഓഫ് ദ ഷെൽ. അപ്പോൾ നേരത്തെ കിട്ടിയ ഇക്വേഷൻ നമുക്ക് ഇതാണ്, സിഗ്മ r² by epsilon 0 r². സോ ഓൺ ദ സർഫസ് നമുക്കറിയാം r is equal to r. ക്യാപിറ്റൽ R സ്മോൾ r തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഗോസിയൻ സർഫസ് ആ ഷെല്ല് തന്നെയാണ്. So r equal to r. So you get sigma r² by epsilon 0 r² or sigma by epsilon 0. So for points on the surface of the shell, the field intensity is a constant. It is independent of distance. ആദ്യത്തെ കേസിൽ ഔട്ട്സൈഡ് ദ ഷെൽ ആയിരുന്നപ്പോൾ ഇറ്റ് വാസ് ഡിപ്പെൻഡിങ് അപ്പോൺ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇൻസൈഡ് ദ ഷെൽ 0 ആയിരുന്നു. ഇനി ഓൺ ദ സർഫസ് ഓഫ് ദ ഷെൽ ദ ഫീൽഡ് ഇസ് എ കോൺസ്റ്റന്റ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി is a constant on the surface of the shell and it depends only on the surface charge density. Surface charge density മാത്രമാണ് ആ സർഫസിലുള്ള ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ഡിസ്റ്റൻസ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡിസ്റ്റൻസ്, ആൻഡ് ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് അലോങ് ദി റേഡിയസ് ആർ ക്യാപ്. വെക്ടർ E ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ആർ ക്യാപ്. അപ്പോൾ ഇതാണ് സ്ഫെറിക്കൽ യൂണിഫോംലി ചാർജ് തിൻ സ്ഫെറിക്കൽ ഷെല്ലുകൊണ്ട് അതിൻ്റെ പുറത്ത്, അതുപോലെ അതിനുള്ളിൽ, അല്ലെങ്കിൽ ഓൺ ദ സർഫസ്, ഇങ്ങനെ 3 രീതിയിലുള്ള ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.